കാനഡയുടെ സാംബശിവനായ റിച്ചൻ ജോയ് നമ്മൾക്കായി ഒരു പുതിയ കഥ അവതരിപ്പിക്കുന്നു. നമസ്കാരം. കണ്ടോ ആറ്റിറമ്പത്ത് പട്ടണിക്കാർക്ക് പാർക്കുവാനൊരു വീട്, അത് കാറ്റു വന്നു തൊട്ടാൽ വീഴുന്ന കുരിയാറ്റ കിളിക്കൂട്. ആറ്റിറമ്പത്ത് പട്ടണിക്കാർക്ക് പാർക്കുവാനൊരു വീട്, അത് കാറ്റു വന്നു തൊട്ടാൽ വീഴുന്ന കുരിയാറ്റ കിളിക്കൂട്. ആ വീട്ടിലെ മകരമാസത്തിലെ തണുപ്പിറ്റ് വീഴുന്ന പ്രഭാതം കുട്ടപ്പൻ പുതുച്ചിരുന്ന ചാക്ക് മാറ്റി മുറ്റത്തേക്കിറങ്ങി. തണുപ്പ് കൊണ്ട് അവന്റെ താടി കിടുകിടുത്തു. ഓ ഓ ചോര ഉറഞ്ഞു പോകുന്ന തണുപ്പ്. കുറെ നേരം കൂടെ കിടക്കട്ടെ, പിന്നെ തിരുത്തി കിടന്നാൽ എങ്ങനെയാകും? അവൻ തണുപ്പിലേക്ക് ഇറങ്ങി നടന്നു. ഈ മഞ്ഞൊന്ന് മാറിയിട്ട് പോയാൽ മതി മോനെ, വല്ല പനിയും പിടിച്ച് നീയും കൂടെ കിടന്നു പോയാൽ. പനിയൊന്നും പിടിക്കൂല അമ്മേ, ഒരു ബനിയെ പോലും മേടിക്കാൻ എന്റെ കുട്ടിക്കായിട്ടില്ല. ഈ മകരത്തില് അവന് 10 തികയേ ഉള്ളൂ. അവരുടെ ഉള്ളുനേറി അമ്മിഞ്ഞ പോലും മുഴുവനായി നൽകാനി അമ്മയ്ക്കായില്ല കുഞ്ഞേ എന്നും പൊറുതി മുട്ടിക്കുന്ന ദീനമാണെന്തിനി ചെയ്യും കുഞ്ഞേ. കഞ്ഞി തിളപ്പിക്കാൻ നിന്റെ കണ്ണിലെ കണ്ണീരേ ഉള്ളു ബാക്കി, കണ്ണീരേ ഉള്ളു ബാക്കി. അമ്മയുടെ നിറഞ്ഞ മിഴികൾ തുടിച്ചുകൊണ്ട് കുട്ടപ്പൻ പതിയെ കടവിലെത്തി. അവിടെ 2-3 പേർ അവനെ കാക്കുന്ന വണ്ണം നിന്നിരുന്നു. അക്കരയ്ക്കാണെങ്കിൽ കയറിക്കോ, ഇത്ര കൊച്ചു വെള്ളത്തിൽ കയറി മഞ്ഞത്ത് മുങ്ങാൻ ഞങ്ങളില്ല. മുങ്ങുന്നത് എങ്ങനെയാ സാറുമാരെ? തുഴി എന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, കയറിക്കോളെ. ആ 10 വയസ്സുകാരന്റെ ആത്മവിശ്വാസം തുടിക്കുന്ന വാക്കുകളൊന്നും ആ യാത്രക്കാരെ വിശ്വസിപ്പിക്കാനായില്ല. കുട്ടപ്പൻ അവരുടെ മുഖത്തേക്ക് ആശയോടെ നോക്കി നിന്നു. പക്ഷെ അവരാരും വള്ളത്തിൽ കയറി തോണി വിട എന്ന് മാത്രം പറഞ്ഞില്ല. അവൻ പതിയെ അക്കരയ്ക്ക് തുഴയാൻ തുടങ്ങി. അവന്റെ ചുണ്ടില് ഒരു മൂളിപ്പാട്ട് വന്നു മുട്ടി. തന്തിന്നാ തന്തിന്നാ താരോ താരോ, തന്തിന്നാ തന്തിന്നാ താരോ താരോയ്. മടിച്ചു നിൽക്കണമാളോരെ ഈ തോണിയിലേറിക്കോ, മുടക്ക് പറ്റാതക്കനെയുള്ളൊരു കടവിലെത്തിക്കാം. കടവിലെത്തി കയ്യിൽ 4 കാശ് കിട്ടിയാലോ, കുടിയിലുള്ളൊരു കുടുക്കയ്ക്കുള്ളില് കഞ്ഞി കിടച്ചിടും. വലിയ വള്ളങ്ങളുടെയും പ്രായമായ വള്ളക്കാരുടെയും ഇടയിൽ യാത്രക്കാരൊന്നും അവനെ കാര്യമായി കവടിച്ചില്ല. വൈകുന്നേരം വരെയും അവൻ വള്ളവും കൊണ്ട് ചുറ്റിക്കറങ്ങി. കയ്യിൽ കിട്ടിയ തുച്ഛമായ കാശും കൊണ്ട് അന്നേക്കും ഇത്തിരി അരിയും വാങ്ങി വീട്ടിലെത്തി. അരി കഴുകി അടുപ്പത്തിട്ടു. അവന്റെ കീറിയ മുണ്ട് അമ്മയ്ക്ക് മങ്ങിയ വെളിച്ചത്തിൽ നിന്ന് കാണാമായിരുന്നു. അവരുടെ കണ്ണുകൾക്ക് നനയാൻ കഴിഞ്ഞില്ല, കാരണം അവരത്രമാത്രം കരഞ്ഞിരുന്നു. എന്നാണ് എന്റെ കുഞ്ഞിനൊരു മുണ്ടുടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുക? അല്ലെങ്കിൽ നീ നല്ലവനാ, ദൈവം തരും മക്കളെ നിനക്ക് മുണ്ടുടുപ്പും. മുണ്ടും തരും, ഉടുപ്പും തരും, എന്നാൽ തന്നോട്ടെ. ആ അമ്മ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. എന്റെ തമ്പുരാക്കന്മാരെ, എന്റെ കുലദൈവങ്ങളെ, എൻ മകനൊരു നമ്പരല്ലേ, എന്റെ കുട്ടിയെ കാത്തോളണേ. അടുത്ത പ്രഭാതം അവന്റെ വള്ളത്തിലൊരു പൊതിക്കകത്ത് ഒരു ഉടുപ്പും നിക്കറും. അവൻ വിളിച്ചു കൂവി. ശരിയാ അമ്മ പറഞ്ഞത്, ദൈവം ഉടുപ്പും തന്നു നിക്കറും തന്നു. അവൻ അതണിഞ്ഞ് കണ്ണാടിന് മുമ്പിൽ നിന്ന് സ്വന്തം ചന്തം നോക്കി. ദേ അമ്മ നോക്ക്, ഇപ്പൊ അമ്മയുടെ കുട്ടപ്പൻ ശരിക്കും ഒരു സുന്ദരക്കുട്ടപ്പനായില്ലേ. മനസ്സിൽ മിന്നി നിറച്ചും സന്തോഷം, മിനുമിന്നാന്നിരിക്കണ കുപ്പായം, മിക്ക് ചേരണ കുപ്പായം, ദൈവം തന്നൊരു കുപ്പായം, മിക്ക് ചേരണ കുപ്പായം, ദൈവം തന്നൊരു കുപ്പായം, മനസ്സിൽ മിന്നി നിറച്ചും സന്തോഷം. മകന്റെ സന്തോഷത്തിൽ അമ്മയുടെ ഉള്ളു കാറി. ഇത് എവിടുന്ന് കിട്ടിയതാടാ? ദൈവം തന്നതാ. ഒരു കടലാസിൽ പൊതിഞ്ഞ് ഈ വള്ളത്തിൽ കൊണ്ട് വെച്ചതാ. ദൈവം ഉടുപ്പും നിക്കറും കടലാസിൽ പൊതിഞ്ഞ് നടക്കുകയില്ലേ ഓരോരുത്തർക്ക് കൊടുക്കാൻ. ഇത് നമുക്ക് വേണ്ട മക്കളെ, ഇത് പിശാചിന്റെയാ.
പിശാചിന്റെയോ? അതവനൊരു പുതിയ അറിവായിരുന്നു. ഇതാരോ മറന്നു വെച്ചിട്ട് പോയതായിരിക്കും. അതതിന്റെ ഉദ്യോഗക്കാരന് തന്നെ കൊടുക്കണം. അമ്മയുടെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് ആ കൊച്ചുകുട്ടി കുപ്പായവും നിക്കറും അടങ്ങിയ പൊതി വള്ളത്തിൽ തന്നെ കൊണ്ടുവച്ചു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ആ വള്ളത്തിലെ പൊതി അവിടെ തന്നെ ഇരുന്നു. അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് അവൻ ഉറപ്പുവരുത്തും. അവന്റെ കണ്ണ് വെട്ടിച്ച് ചില കൂട്ടുകാരൊക്കെ അത് കൈക്കലാക്കാൻ നോക്കിയതാ. അവനൊരു മണ്ടലാന്നവരെയും പറഞ്ഞതാ. പക്ഷെ കുട്ടപ്പൻ അത് ആർക്കും വിട്ടുകൊടുത്തില്ല. കാശ് കൊടുക്കാവുന്നവരെയും പലരും പറഞ്ഞു നോക്കി. കഞ്ഞിക്ക് വകയില്ലെങ്കിലും കള്ളം ചെയ്യരുതെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. അന്നും പതിവ് പോലെ അവൻ വള്ളമിറക്കി. മടിച്ചു നിൽക്കണമാളോരെ ഈ തോണിയിലേറിക്കോ, മുടക്ക് പറ്റാതക്കരെയുള്ളൊരു കടവിലെത്തിക്കാം. മുടക്ക് പറ്റാതെ അക്കരെ എത്തിക്കാന്നല്ലേ പറഞ്ഞത്? എനിക്ക് അക്കരെ വരെയൊന്നും പോകണം. തോണി വിട്. ഒരു യാത്രക്കാരൻ, അയാൾ മുമ്പും തന്റെ തോണിയിൽ കയറിയിരുന്നു. അവൻ ഓർത്തു. കുട്ടപ്പൻ അക്കരയ്ക്ക് തോണി കഴിഞ്ഞു. യാത്രക്കിടയിലാണ് ആ പൊതി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തന്റെ മകന് വേണ്ടി വാങ്ങിച്ച ഉടുപ്പും നിക്കറും അത് നഷ്ടപ്പെട്ടെന്നറിഞ്ഞപ്പോൾ അയാൾ ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു. വേറെ വാങ്ങിക്കൊടുത്തിട്ടാ മകന്റെ സങ്കടം മാറ്റിയത്. ഇതല്ല ഈ വള്ളത്തിലൊരു പൊതി. ആരാണ്ടോ മറന്നു വെച്ചിട്ട് പോയ ഒരു ഉടുപ്പും നിക്കറും അതതിന്റെ ഉദ്യോഗക്കാരന് തന്നെ കൊടുക്കാൻ വെച്ചിരുന്നതാ. നിനക്ക് എടുക്കാമായിരുന്നില്ലേ? ഓ, എനിക്കൊന്നും വേണ്ട. അത് പിശാചിന്റെയാണ് അമ്മ പറഞ്ഞത്. ഞാൻ പിശാചാണെന്നാണോ അമ്മ പറഞ്ഞത്? അതെന്റെയാ. അങ്ങനെയല്ല. അർഹതയില്ലാത്ത മുതല് പിശാചിന്റെ തന്നെയാ. കണ്ണിനേക്കാളും വെളിച്ചം ആ കുഞ്ഞിന്റെ അക്കക്കണ്ണിലാന്ന് അയാൾ അറിഞ്ഞു. അയാൾ തോണി അവന്റെ വീട്ടിലേക്ക് വിടാൻ പറഞ്ഞു. തോണി കരക്കടുത്തപ്പോൾ ആ പൊതി അവന്റെ നേർക്ക് നീട്ടി. നീ ഇട്ടു നോക്കി നിനക്ക് പാകമാണോ എന്ന്. എനിക്കതൊന്നും വേണ്ട. കൂലിയായി എനിക്ക് 2 അണ മതി. വള്ളക്കൂലിയല്ല, അത് വേറെ തരാം. ഇത് നിന്റെ നേരിലുള്ള സമ്മാനമാണ്. സംഭാഷണം കേട്ട് അമ്മ ഇറങ്ങി വന്നു. ദേ, കേട്ടില്ലേ? പിശാചിന്റെ ഈ കുപ്പായം വിട്ടു നടന്നാൽ ഞാൻ ചീത്തയാവില്ലേ അമ്മേ? അമ്മയുടെ മനസ്സ് നിറഞ്ഞു. ആ യാത്രക്കാരന്റെ ഉള്ളിലെ വാത്സല്യം അണപൊട്ടിയും. ഇല്ല മക്കളെ, അത് വാങ്ങിച്ചോ. ഇപ്പോൾ അത് ദൈവത്തിന്റെ കുപ്പായമാ. ദൈവത്തിന്റെ കുപ്പായം. അവിഹിതമായി പലതും വാങ്ങിക്കൂട്ടുന്നവരുടെ ലോകത്ത് അരിമേടിക്കാൻ കാശില്ലാത്തവർ ആദർശം സൂക്ഷിക്കുന്നു. അറിയുക നമ്മൾ ഒരു കഥയല്ലിത് ജീവിതമാകുന്നു. അറിയുക നമ്മൾ ഒരു കഥയല്ലിത് ജീവിതമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇട്ടിരിക്കുന്ന കുപ്പായങ്ങൾ പിശാചിന്റെയോ ദൈവത്തിന്റെയോ എന്ന് ഇടയ്ക്കൊക്കെ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കാൻ കാലൊരുത്തി കഥ ഒരു നിമിത്തമാകട്ടെ. നന്ദി, നമസ്കാരം.